ന്യൂസ് ടെൻസ് ആദ്യം പരിശോധിക്കുന്നത് കേരളത്തെ ആകെ ആശങ്കപ്പെടുത്തുന്ന നിപ്പ രോഗത്തെ സംബന്ധിച്ച വാർത്തയിലേക്ക് തന്നെയാണ്. കോഴിക്കോടാണ് ഈ നിപ്പ ബാധ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത് എന്നത് നമുക്കറിയാം. കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആണ് നിപ്പ ബാധിതൻ ആയിട്ടുള്ള രോഗി ഇപ്പോൾ ചികിത്സയിൽ തുടരുകയും ചെയ്യുന്നത്. കോഴിക്കോട് ഫറൂഖ് സ്വദേശിയാണ് ഈ ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില ഇപ്പോഴും അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ് എന്ന വിവരം ആണ് പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത്. വെന്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടി തന്നെയാണ് ഈ രോഗിയുടെ ജീവൻ ഇപ്പോഴും നിലനിർത്താൻ സാധിക്കുന്നത്. തീർച്ചയായും അങ്ങേയറ്റം ഗുരുതരമാകുന്ന ഒരു സാഹചര്യം തന്നെയാണ്. രോഗി ഒരു ഗോഡൌൺ വൃത്തിയാക്കുന്നതിന് ഇടയിൽ ആണ് ഈ രോഗം ബാധിച്ചത് എന്നതാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ. മാത്രമല്ല ഇതുവരെ നടത്തിയിട്ടുള്ള പരിശോധനകളിൽ എല്ലാം രോഗം സ്ഥിരീകരിക്കപ്പെടുന്ന സാഹചര്യവുമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ കനത്ത ജാഗ്രത തുടരുകയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതോടൊപ്പം ഒന്ന് രണ്ട് കാര്യങ്ങൾ ചേർത്ത് വയ്ക്കാനുള്ളത്. നമുക്കറിയാം ഇത്തരം രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു റെക്കോർഡ് തയ്യാറാക്കാറുണ്ട്. പ്രത്യേകിച്ച് ഈ രോഗം അദ്ദേഹത്തിന് കണ്ടെത്തിയതിന് ശേഷം ഇവിടങ്ങളിൽ ഒക്കെയാണ് ഈ രോഗി കടന്നുപോയത്. അങ്ങനെയുള്ള ഒരു സമ്പർക്ക പട്ടികയാണ് തയ്യാറാക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏതാണ്ട് 77 പേർ ഉൾപ്പെടുന്ന സമ്പർക്ക പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട് എന്നതാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്നത് 58 പേർ ആരോഗ്യ പ്രവർത്തകർ ആണ്. അതായത് ഈ രോഗി പലതവണയായി പല ആശുപത്രികളിൽ അടക്കം എത്തിയിരുന്നു എന്നുള്ളതാണ്. ഈ രോഗിക്ക് മദ്യപാന ശീലമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആണ് ഈ രോഗലക്ഷണങ്ങൾ കാണിക്കുന്നത് എന്ന സംശയവുമൊക്കെ ഉണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഇങ്ങനെ ഈ കൂടുതൽ ആരോഗ്യ പ്രവർത്തകർ ഈ രോഗിയുമായി കോണ്ടാക്റ്റിൽ വന്നിട്ടുള്ളത് എന്നതാണ്. അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. രോഗിയുമായി സമ്പർക്കം പുലർത്തിയിട്ടുള്ള മറ്റ് ആളുകൾ എല്ലാവരും തന്നെ ഇപ്പോഴും നിരീക്ഷണത്തിൽ തുടരുന്നു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം കൂടി ചേർക്കാനുള്ളത്, ഇതിൽ തന്നെ ഈ റിസ്ക് പട്ടികകളുണ്ട്. അതായത് ഹൈ റിസ്ക് പട്ടിക, ഹയസ്റ്റ് റിസ്ക് പട്ടിക, ലോ റിസ്ക് പട്ടിക, അങ്ങനെയൊക്കെയുള്ള വിവരങ്ങൾ കൂടി പ്രേക്ഷകരുമായി പങ്കുവെക്കുമ്പോൾ അതിൽ ഹയസ്റ്റ് റിസ്ക് പട്ടികയിൽ 2 പേർ ആണ് ഉള്ളത്. ഹൈ റിസ്ക് പട്ടികയിൽ 13 പേരുണ്ട്. ലോ റിസ്ക് പട്ടികയിൽ 62 പേരുണ്ട്. ഇങ്ങനെയാണ് ഈ സമ്പർക്ക പട്ടികയിലെ വിശദാംശങ്ങൾ. നമുക്ക് വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് തന്നെ കൂടുതൽ പോകാം. ഇപ്പോൾ MS അനീഷ് കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അനീഷ്, വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെയാണ് ഇപ്പോഴും ഈ രോഗിയുടെ ജീവൻ നിലനിർത്തുന്നത് എന്നതാണ് മനസ്സിലാക്കുന്നത്. ആശുപത്രി അധികൃതരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? ഗുരുതരാവസ്ഥയിൽ തന്നെ രോഗി തുടരുകയാണോ?